പൊക്കി നോക്കൂടായിരുന്നു ചോദിച്ച ചരിത്രമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നതിന് മുമ്പ് തീർച്ചയായും ഞാൻ നിർത്തും. കലണ്ടറിൽ ഒരു ദിവസം കടന്നു പോകുന്നത് വരെ എൻ്റെ പ്രശ്നം നേരിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ കോളേജിൽ അവർ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കും. കാരണം നമ്മളെ കോളേജുകളിൽ സാധാരണ ഈ യൂണിവേഴ്സിറ്റി യൂത്ത് സാധാരണ രീതിയിൽ ജീവിക്കുന്നവർക്ക് നൃത്തം, സംഗീതം പോലുള്ള കലകൾ അഭ്യസിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് എന്നുള്ളത്. ഒരു കഥ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നൃത്തം കാരണം ഞങ്ങൾ ഈ ആകാശവാണിയിൽ ജോലി ചെയ്യുന്നതിനുള്ള ഒരു ഗുണം 10 കോച്ചിന്റെ മുഖത്ത് നോക്കി. കാരണം കോച്ചിന്റെ അനുവാദമില്ലാതെ അതൊക്കെ സംസാരിക്കാൻ പാടില്ല. ചില സ്ഥലങ്ങളിലും ചില കോച്ചുകളും ഉണ്ട്. എത്ര ചോദിച്ചു 2+2 2+2 എങ്ങനെയാണ്? വീണ്ടും കോച്ചിന്റെ മുഖത്തേക്ക് നോക്കി. കോച്ച് പറഞ്ഞു പോകുന്നു. ഈ കുട്ടി പറഞ്ഞു സാർ 2+2 4. മറ്റു പ്രവർത്തനങ്ങളിലും വിദ്യാർത്ഥികൾക്ക് നേരായ മാർഗം കാട്ടിക്കൊടുക്കാൻ കഴിയുന്ന പരിശീലകരെ കോളേജ് യൂണിയൻ കണ്ടെത്തുകയും അതിനുവേണ്ട വേദികൾ, പ്രോത്സാഹനങ്ങൾ എല്ലാം നൽകുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കോളേജ് യൂണിയൻ ഇനോഗ്രേഷന് എന്നെ ക്ഷണിച്ചതിന് നേരത്തെ പറഞ്ഞതിൻ്റെ വർണ്ണാവസ്ഥയിൽ തന്നെ തിരിച്ചു പോകാൻ സമയമായിട്ടില്ലെങ്കിൽ പോകുന്നവരെ ഈ അവസ്ഥയിൽ തുടരാൻ അനുവദിച്ച് നന്ദി പറയുന്നുണ്ട്. ഈ കോളേജ് യൂണിയന് എല്ലാ ഭാവങ്ങളും ആശംസിച്ചുകൊണ്ടാണ് നന്ദി. ഉദ്ഘാടനം നേരത്തെ കഴിഞ്ഞുവെങ്കിലും ഔപചാരികമായി ഈ കോളേജ് യൂണിയന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നടത്തുന്നു. ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി രമേശ് നാരായണൻ അവരുടെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വിളിച്ചു. അദ്ദേഹത്തിന്റെ ഫോണിൽ കൂടെയായിരുന്നു. കേട്ടപ്പോഴും അതായത് നമ്മുടെ ജീവൻ ഉണ്ടെങ്കിൽ ഈ ലോകം യൂണിവേഴ്സ് ഉണ്ടെങ്കിൽ സംഗീതം ഉണ്ട്. ഇത് നമ്മൾ അറിയാതെ നമ്മളിലെ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്തൊരു എന്താണ് പറയാൻ പറ്റാത്തൊരു രൂപത്തിലാണുള്ളത്. പിന്നെ ഈ സംഗീതവുമായി ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഗുരു-ശിഷ്യ ബന്ധം ഇന്ന് നിലനിൽക്കുന്നത് സംഗീതത്തിൽ മാത്രമാണ് എന്ന് പൂർണ്ണമായിട്ട് പറയാം. കാര്യം ഈ സംഗീതം മാത്രം നിൽക്കുന്നത്. രാഗ സിസ്റ്റർ MLA-യുമായ ശ്രീ ഭാസ്കരൻ അവരുടെ ഞാൻ ഈ വേദിയിൽ ക്ഷണിക്കുന്നു. അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട കോളേജിലെ സ്വാഗതപ്രധാനം കോളേജിന്റെ പ്രിൻസിപ്പൽ ശ്രീ ബാബു, യൂണിയന്റെയും സാംസ്കാരിക യൂണിറ്റിന്റെയും ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച ശ്രീ സതീഷ് ചന്ദ്രൻ, ശ്രീ രമേശ്വരന്മാരെ, കണ്ണൂരിലെ പ്രസിദ്ധമായ ശ്രീനാരായണ കോളേജിന് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ മാതൃകയായി ഒരുങ്ങുകയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ എല്ലാം തന്നെ ആത്മാർത്ഥമായി അനുമോദിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ ചടങ്ങുകൾക്കും നിങ്ങളുടെ എല്ലാ ഭാവി പ്രവർത്തനങ്ങൾക്കും സർവാത്മന ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തെ ശ്രീ സതീഷ് ചന്ദ്രൻ, ശ്രീ രമേശ് നാരായണൻ, പ്രിയപ്പെട്ട
പറയുന്നുണ്ട്. അതെന്നാ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ കുപ്പായമാണ്. ഞാൻ വിമർശിക്കുന്നില്ല. ഈ കഥകളൊക്കെ ആളുകളെ ഭയമാണെന്ന് പറയുമ്പോൾ ഒറ്റ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞെടുക്കാം. നിങ്ങൾക്കും വേണമെങ്കിൽ രാഷ്ട്രീയക്കാരനാവുകയോ ആവാതിരിക്കുകയോ ചെയ്യാം. സാധാരണ അങ്ങനെയാണ്. ഈ മഴ പെയ്യുകയോ പെയ്യാതിരിക്കുകയോ പലപ്പോഴും കേൾക്കണം. അത് വേണമെങ്കിൽ നിങ്ങൾക്കും രാഷ്ട്രീയക്കാരനാവുകയോ ആവാതിരിക്കുകയോ ചെയ്യാം. പിന്നെ ഈ യൂണിയന്റെ ഉദ്ഘാടന വേളയിൽ ആയതുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ എഡിറ്ററിന്റെ വാക്കെടുത്താൽ ഞാൻ ലെറ്റർ നോൺ മ്യൂസിക് ഇൻകം നോറിസ് മൂവിൽ കൺട്രോൾ റീസൺ ഫോർ റീസൺസ് അങ്ങനെയാണ് പഠിച്ചത്. അതിനാണെങ്കിൽ ഈ സംഗീത മാതൃകം ആസ്വദിക്കാത്തവൻ, അതുപോലെ കല ഇഷ്ടപ്പെടാത്തവൻ വഞ്ചകനാണ്, ചതിയനാണ്. അതുകൊണ്ട് ആ പട്ടികയിൽ ഉൾപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒറ്റൊരു കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. സ്നേഹിതന്മാർ, ഞാൻ ഇങ്ങനത്തെ പദം പഠിച്ചു. അതിൽ ഒരു കുട്ടി പറഞ്ഞത് പരീക്ഷ നടത്തിയില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്നാണ്. നമ്മളൊക്കെ രാഷ്ട്രീയക്കാരന്റെ ശൈലികൾ അത് രാഷ്ട്രീയം വഴിയല്ല. മറ്റു ദിവസങ്ങളാണ് ഞാൻ കണ്ടത് പഠിപ്പ് നടത്താൻ പാടില്ല എന്നാണ്. പഠിപ്പ് നടത്തുന്നതിനെതിരാണ് എതിർക്കുന്ന വിദ്യാർത്ഥികൾ. അതേ വിദ്യാർത്ഥികൾ മറ്റൊരു മുഖം കാണുന്നു, പരീക്ഷ നടത്തിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും. ഇപ്പൊ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് പറയാം. ദിവസം നമുക്ക് അടിസ്ഥാനമാണ് ആദ്യം വിവരമാണ്. ആ വിവരം കേൾക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ വികസനത്തിന്റെ പാതയിലേക്ക് പോകുന്നു. പക്ഷെ വികസനം ഈ വിപരീത ദിശയിലാണ് സംസാരിക്കുന്നത്. ആ സഞ്ചാരം അവസാനിക്കണമെങ്കിൽ പുതിയൊരു പ്രതിസംസ്കൃതി ഈ രാജ്യത്ത് ആവശ്യമുണ്ട്. ആ സംസ്കൃതിയെ ചുറ്റാൻ പിടിക്കേണ്ടതാണ്. അതുപോലെ നിങ്ങളുടെ കയ്യിൽ ഞാൻ വിളിക്കുന്നു. വളരെ പ്രത്യേകതയോടെ വളരെ താല്പര്യത്തോടെ നിങ്ങളെ ഞാൻ കാണുന്നു. ഈ രാജ്യത്തിന്റെ ഭാഗത്തെ നിർണ്ണയിക്കാൻ പോകുന്ന നിങ്ങൾക്ക് ഈ സംസ്കാരത്തിന്റെ അവധി മനസ്സിലാക്കാൻ സാധിക്കാനുള്ള അവസരത്തിലേക്ക്. ഡിപ്പാർട്ട്മെന്റിൽ പ്രൊഫസർ കെ ധ്രുവകുമാരൻ എൻ്റെ പ്രിയങ്കരനായ ചെയർമാൻ, വേദി ഉപയോഗിച്ചതായിരിക്കുന്ന മറ്റ് സമ്മാനിതരായ മഹാശയന്മാർ, എൻ്റെ വാക്കുകളെ, എൻ്റെ കുട്ടികൾ, ബലാദിയും ഇന്ന് ഏതാണ്ട് 18 വർഷത്തെ ഇവിടുത്തെ അനുഭവ പരമ്പരകളിൽ നിന്ന് എനിക്കറിയാം. വിദ്യാർത്ഥികൾ ഒരുപക്ഷേ വല്ലപ്പോഴും ഈ 18 ആണ്ടുകൾക്കിടയിൽ അത് ഞാൻ ആരോടും തുറന്നു പറയാൻ ആശിക്കുന്ന ഒരു സത്യമാണ്. അവർ വിവിധ കക്ഷിക്കാരായിരിക്കാം. മായാത്ത മുദ്രകൾ പോലെ, മായാത്ത വെള്ളിയാഴ്ചത്വം പോലെ കണ്ണൂരിന്റെ വിഹായത്തിൽ ശോഭിക്കുന്ന ഒരു വിദ്യാർത്ഥി പരമ്പരയാണ് എന്നെ മുമ്പിലിരിക്കുന്നത് എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു വസ്തുതയാണ്. ആരും ആയുധങ്ങളുടെ നടയിൽ മറവയ്ക്കാൻ നോക്കേണ്ട. ഇവിടെ നിത്യശാന്തി വിശ്രമം കൊള്ളുന്നതിൽ നാടകത്തിൽ എല്ലായിടത്തും കാണും. പക്ഷേ മറ്റുള്ളയിടത്ത് കാണുന്ന കലഞ്ഞു പറിക്കലും കണ്ണൂരൻ കോളേജിലെ കലഞ്ഞു പറിക്കലും തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് എന്ന് ഞാൻ അപഗ്രഥനത്തിലൂടെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സമർപ്പിച്ച് പറയുന്നത്. ഞാനൊരു പഴമക്കാരനാണ്. നിങ്ങളെക്കാൾ 3 തലമുറ പിന്നിൽ നിന്ന് വരുന്നവരാണ് ഞാൻ. ഒരുപക്ഷേ ഈ വേളയിൽ ആശംസ അർപ്പിക്കുവാൻ എന്നെ തെളിച്ചത് തന്നെ ഈ കിഴകളിരിക്കട്ടെ. കാരണം കിഴവന്മാരി ആണെങ്കിലും അങ്ങനെ പിടിക്കാത്ത കല്യാണ വേളകളിൽ നോക്കുക, അതുപോലുള്ള അവസരങ്ങളിൽ നോക്കുക. കിഴവന്മാരോട് പൊതുവെ അവജ്ഞയായിരിക്കും, എല്ലാവർക്കും അവജ്ഞയായിരിക്കും, കിഴവന്മാർക്ക് വലിയ അവജ്ഞയായിരിക്കും. അതാണ്. അപ്പോൾ കല്യാണ വേളകളിലും അതുപോലുള്ള അവസരങ്ങളിലും അരുതിക്കാനും മറ്റും പിടിക്കുക കിഴവന്മാരെയാണ്. നടക്കാൻ വയ്യാതെ താണി വേദിയിലേക്ക് കരയിക്കും. അതാണല്ലോ നമ്മുടെ പതിവ്. ആ സംസ്കാരമാണോ ഇവിടെ പ്രവർത്തിച്ചത് അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ വിദ്യാർത്ഥികൾ എന്നെ വൃദ്ധനായിട്ട് ഇതുവരെ കണ്ടിട്ടുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ട് ഞാൻ വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും ശാരീരിക ശേഷികൊണ്ടും ആരെക്കാൾ യുവാവായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. അവിടെ എന്നിലൂടെ പ്രവർത്തിച്ചത് ഒരു ഓഫീസിൽ ശക്തിയാണെന്ന് എനിക്കറിയാം. അതായത് ഒരു പക്ഷേ കാലമെങ്കിൽ
ചില മുദ്രകളുടെ മുദ്രകൾക്ക് അടക്കി